നമസ്കാരം. ഷിരൂരിലെ രക്ഷാദൗത്യം ഇനിയും നീളും. അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്ന് പുഴയിലിറങ്ങി പരിശോധന നടത്തില്ല. പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നത് വെല്ലുവിളിയാണെന്ന് നാവികസേന പറഞ്ഞു. ഇതോടെ 10ാം ദിവസവും രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി. ശക്തമായ കാറ്റും മഴയും തെരച്ചിലിന് വെല്ലുവിളിയാണ്. ഡ്രോൺ പരിശോധനയും നിലവിൽ നിർത്തി. ഇന്ന് പുഴയുടെ അടിത്തട്ടിലും പരിശോധനയില്ല. വെള്ളത്തിനടിയുള്ള ട്രക്ക് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ്റേത് തന്നെയാണെന്ന് ദൗത്യസംഘം സ്ഥിരീകരിച്ചു. ഡ്രോൺ നടത്തിയ പരിശോധനയിലും ലോറി അർജുൻ്റേതാണെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഡ്രോണിൽ ലഭിച്ച സിഗ്നലിലും ലോറിയുടെ ക്യാബിൻ ഏത് ഭാഗത്താണെന്ന് തിരിച്ചറിയാനായില്ല. അടുത്തടുത്തായി 3 ഭാഗങ്ങളിൽ ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഉടൻ തന്നെ ദൗത്യസംഘം മാധ്യമങ്ങളെ കാണും. അപകട സ്ഥലത്തിന് സമീപത്ത് നിന്ന് തടിക്കഷ്ണങ്ങളും കണ്ടെത്തി. മത്സ്യത്തൊഴിലാളികൾക്കാണ് തടിക്കഷ്ണങ്ങൾ ലഭിച്ചത്. അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ തന്നെയാണ് ഇതെന്ന് ഉടമ മനാഫ് പ്രതികരിച്ചു. 12 കിലോമീറ്റർ അകലെ നിന്നാണ് 4 കഷ്ണം തടികൾ കണ്ടെത്തിയത്. തടികളിൽ PA1 എന്നെഴുതിയിട്ടുണ്ട്. ഇത് കണ്ടാണ് ഉടമ തിരിച്ചറിഞ്ഞത്. ലോറിയിലെ തടിയാണോ എന്ന് കർണാടക പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയിൽ കഴിഞ്ഞേക്കില്ലെന്ന് നാവികസേന അറിയിക്കുന്നു. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദൗത്യം വീണ്ടും നീളും. സ്കൂബ ടീമിന് സാങ്കേതിക സഹായം ഒരുക്കുന്നതിന് മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ അടങ്ങുന്ന സംഘമുണ്ട്. ഇന്ന് രാവിലെ CME പൂനെ നൽകിയ എബിഞ്ചർ ഫെറോമാഗ്നറ്റിക് ലൊക്കേറ്റർ ഉപയോഗിച്ച് വളരെ അകലെ വ്യത്യാസത്തിൽ 3 സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിരുന്നു. മേജർ ജനറൽ ഇന്ദ്രബാലൻ അത് സ്ഥിരീകരിക്കാൻ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിൽ ഏരു സ്പോട്ടിലാണ് ക്യാബിൻ എന്നത് തിരിച്ചറിയുകയായിരുന്നു വെല്ലുവിളി. ലോറിയുടെ സ്പോട്ട് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് ഉപകാരപ്പെടുകയുള്ളൂ. 3 സ്പോട്ടിൽ ഏത് സ്പോട്ടിലാണ് ലോറി ക്യാബിൻ എന്നത് കണ്ടെത്താനാണ് ടീം രാവിലെ സമയം ചെലവഴിച്ചത്. പരിശോധനയിൽ ലോഹ സാന്നിധ്യം അറിയിക്കുന്ന ശക്തമായ സിഗ്നലുകൾ കിട്ടിയിരുന്നു. അർജുൻ്റെ ലോറി കണ്ടെത്താൻ പുഴയിൽ രാവിലെ പരിശോധന നടത്തിയെങ്കിലും ശക്തമായ അടിയൊഴുക്ക് കാരണം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. 3 ബോട്ടുകളിലായി 15 അംഗ നാവികസേന ഡൈവർമാരാണ് ആദ്യഘട്ട പരിശോധന നടത്തിയത്. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് ദൗത്യത്തിന് തടസ്സമാണെന്നും നാവികസേന പറഞ്ഞു. സ്റ്റീൽ ഹുക്ക് താഴേക്കിട്ട് ലോറിയിൽ കൊളുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ് പുഴയിലുള്ളത്. നദിയുടെ അടിത്തട്ടിലേക്ക് സ്റ്റീൽ ഹുക്കുകൾ എത്തിക്കാൻ പോലും ശക്തമായ അടിയൊഴുക്ക് കാരണം പറ്റിയില്ല. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘമാണ് നദിയിലേക്ക് പരിശോധനയ്ക്ക് ഇറങ്ങിയത്. ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും ദൗത്യത്തിന് വെല്ലുവിളിയാണ്. അടിയൊഴുക്ക് ശക്തമായതോടെ മറ്റു വഴികളെക്കുറിച്ചുള്ള ആലോചനയും നടക്കുന്നു. ഐബോർഡിനായിട്ടുള്ള ബാറ്ററി ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗം കാർവാർ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. പുഴയിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർമാർ ലോറിക്ക് അരികിലേക്ക് എത്തി മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ആദ്യം ഉറപ്പാക്കും. പിന്നീടായിരിക്കും കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ജോലികൾ പൂർത്തിയാക്കുക. ലോറിയിൽ കുരുക്കിട്ട് കരയിലേക്ക് ബന്ധിപ്പിക്കുകയും വേണം. ഇതെല്ലാം വലിയ വെല്ലുവിളി നിറഞ്ഞതാണ്. ഇന്ന് ദൗത്യത്തിൽ 200ഓളം പേരായിരുന്നു പങ്കെടുത്തത്. 31 NDRF അംഗങ്ങൾ, 42 SDRF അംഗങ്ങൾ എന്നിവർ ദൗത്യത്തിൽ പങ്കാളിയാണ്. ഇവർക്കൊപ്പം കരസേനയുടെ 60 അംഗങ്ങൾ, നാവികസേനയുടെ 12 ഡൈവർമാർ എന്നിവരും സ്ഥലത്തുണ്ട്. കർണാടക അഗ്നിരക്ഷാ സേനയുടെ 26 അംഗങ്ങളും ദൗത്യത്തിൽ പങ്കാളികളാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ സാങ്കേതിക സംഘം സ്ഥലത്തുണ്ട്. ഇതുകൂടാതെ ബൂം എക്സവേറ്റർ അടക്കം ഉപകരണങ്ങളുള്ള വിദഗ്ധരും സ്ഥലത്തുണ്ട്. അതേസമയം കർണാടകത്തിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മര്യാദഘട്ട പ്രചരണമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ കണ്ടെത്തിയിട്ടില്ല. കവളപ്പാറയിൽ എത്രയോ പേരെ തിരിച്ചു കിട്ടാനുണ്ട് എന്നതൊക്കെ മറന്നുപോയി. കർണാടകത്തിലെ കാർവാർ MLA ഇതുവരെ ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു.